ആൻഡ്രു ആന്റണി വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ 2 കോടി വാങ്ങിയിട്ട് ബാക്കി പലരും ഇതിനേക്കാളും വാങ്ങിയിട്ട് നോക്കിയാണ്. ഞങ്ങളൊന്നും 1 കോടിയും വാങ്ങിയില്ല, ഞാൻ കണ്ടിട്ടേനില്ല 1 കോടി. ഇതിന് വേണ്ടേ ജമാഅത്തെ ഇസ്ലാമി എന്നെല്ലാം പറഞ്ഞാൽ ഇവനെല്ലാം കൂടി ചേർത്ത് കൂടി തോറ്റ് തുന്നം പാടും ഈ കേരളത്തിൽ, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്കതിൽ യാതൊരു ഉത്കണ്ഠയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇതിൻ്റെ മേലെ കൊണ്ടേയുള്ളൂ. ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് പറയുകയാണ്, ലീഗിനോട് ചോദിക്കുകയാണ്, കോൺഗ്രസിനോട് ചോദിക്കുകയാണ്, കോലിബി സഖ്യത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന രീതിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി അല്ലെങ്കിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവുള്ള ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തിനാണ് ഉത്കണ്ഠപ്പെടേണ്ടത് എന്ന് പറയുന്നത് വർഗീയതയുടെ അങ്ങേയറ്റം വിഷം, കാടകൂള വിഷം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി 5 മുതൽ 11 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. 3 ജില്ലകൾ പൂർത്തിയാക്കി ഏതാണ്ട് കോഴിക്കോട് ജില്ലയുടെ പ്രധാന ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭൂതപൂർവമായ ഒരു ജനകീയ മുന്നേറ്റമാണ് ജാതിയിൽ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആപാലവൃന്ദം ജനത ഒരേ മനസ്സോടെ ഒരു തുടർ ഭരണത്തിലേക്ക് കേരളം മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ജാഥാ സ്വീകരണത്തിലേക്ക് വികസന മുന്നേറ്റ ജാതിയുമായിട്ട് വന്ന ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഈ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ അവർ ഈ ആവേശകരമായ പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നതാണ് സത്യം. ഈ ജാഥ ഞങ്ങൾ പ്രയാണം നടത്തി ഇപ്പോൾ UDFൻ്റെ ജാതിയും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് UDF കൺവീനർ ഇന്നലെ ചോദ്യം ചെയ്തത്. എന്താണ് ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്കെല്ലാം പൊതുവേ ധാരണയുള്ളത് തന്നെയാണ്. കാരണം UDF നേതാക്കൾ ആൻഡ്രു ആന്റണി, അതുപോലെ അടൂർ പ്രകാശൻ, ഇപ്പോഴത്തെ UDF കൺവീനർ MP, സോണിയാഗാന്ധിയെ പല പ്രാവശ്യം കാണാൻ പോയിട്ടുണ്ട്. ഇന്നിപ്പോഴും ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസിൻ്റെ സ്വാധീനത്തിലാണ് ഞങ്ങൾക്ക് സോണിയാഗാന്ധിയെ കാണാൻ സാധിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ ഉന്നം എന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. ബാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, ഗോവർദ്ധനുണ്ട്, ഈ പറയുന്ന 2 കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാകുമോ എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല, കേരളത്തിന് വെളിയിലും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുമായിട്ട്, ഈ കൂട്ടുപ്രതികളുമായി എന്ന് പറഞ്ഞാൽ സ്വർണം കൊള്ള നടത്തുകയും ആ കൊള്ള മുതൽ വാങ്ങുകയും ഒക്കെ ചെയ്തവരുമായി വലിയ സൗഹൃദവും സമ്മാനങ്ങൾ കൈമാറുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന്, അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ പൊതുവായിട്ട് വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ വളരെ പ്രകോപനപരമായിരുന്നു UDF കൺവീനറുടെ നില. അടൂർ പ്രകാശ് ഇന്നലെ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. UDFകാർ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, VD സതീശൻ ഉൾപ്പെടെ. പക്ഷേ അടൂർ പ്രകാശൻ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് റിപ്പോർട്ടർ TVയെ ഞാൻ പൂട്ടിക്കുമെന്നാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂട്ടിയത്. അപ്പോൾ അജണ്ട മനസ്സിലായല്ലോ. വിമർശനാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവരെല്ലാം പൂട്ടിക്കുക. എന്തിൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയാണ് ഇവരെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിന്നലെ അടൂർ പ്രകാശ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
വേറൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്, ഇതിൻ്റെ തന്നെ പ്രതികൾ ഇവരൊക്കെ ആയിട്ടുള്ള പ്രതികളാണ് ഇതെല്ലാം. ഈ സ്വർണ്ണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണ പരിധിയിലുള്ളവരാണ് പലരും. അതിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട ഒരാൾ രാജു വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് 2 കോടി രൂപ എന്നോട് കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. സ്വാഭാവികമായിട്ടും ആൻ്റണി ഒരു MP ആണ്. ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടുള്ള പണ ഇടപാട് സംബന്ധിച്ച് ഇപ്പോൾ 2 കോടി എങ്ങനെയാണ് വാങ്ങുക? അക്കൗണ്ടിലാണോ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? ഒരാളോട് വാങ്ങാൻ പറ്റുന്ന പണം എത്രയാണെന്ന് കണക്കുണ്ട്. അപ്പോൾ 2 കോടി രൂപ എങ്ങനെ വാങ്ങി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ആൻ്റണിയാണ്. കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീടില്ലാണ്ടാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ വാങ്ങിയെന്ന് മനസ്സിലാക്കിയാലാണ് കള്ളപ്പണമാണോ വാങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആൻ്റണി പറഞ്ഞു, ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു തന്നിട്ടില്ല. 20 ലക്ഷം മാത്രമേ തിരിച്ചു തന്നിട്ടുള്ളൂ, ബാക്കി തിരിച്ചു തരാൻ ബാക്കി. അത് എൻ്റെ മകൾ ഉൾപ്പെടെ പോയിട്ട് പറഞ്ഞിട്ട് അവസാനം 20 ലക്ഷമാണ് കിട്ടിയത്. അതിൻ്റെ അപ്പുറം കിട്ടിയിട്ടില്ല. 2 കോടിയിൽ 20 ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ പറയുന്ന 2 കോടി രൂപ യഥാർത്ഥത്തിൽ ഒരു MP-ക്ക് എന്തിനാണ് 2 കോടി രൂപ ചിലവാക്കാൻ? ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പരിസ്ഥിതിയിൽ 90-95 ലക്ഷം രൂപ ചിലവാക്കാൻ പറ്റുള്ളൂ. ബാക്കി ഈ കോടിയോടെയാണ് പോയെ. പണം എന്താ ചെയ്തേ? അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചനയുണ്ട് ഇതിന് പിന്നിൽ. പണാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷനെ അവർ കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഈ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ പണം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും എങ്ങനെയാണ് മടക്കി കൊടുത്തതെന്നും രേഖാപരമായിട്ട് പറയാനുള്ള ഉത്തരവാദിത്വമുള്ളത് ആൻ്റണി എന്ന് പറയുന്ന MP-ക്കാണ്. പിന്നെ സ്വകാര്യ പണമിടപാടുകാരന് സ്വാഭാവികമായിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള വഴി എങ്ങനെയാണെന്ന് ഒക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ സമൂഹം കാണേണ്ടത് 2 കോടി രൂപ കടം വാങ്ങുക, കടം ബൾക്കായിട്ട് വാങ്ങിയതാണോ അല്ല അക്കൗണ്ടിൽ കൊടുത്തതാണോ എന്നുള്ളത് വ്യക്തമാക്കാതിരിക്കുക. അക്കൗണ്ടിലല്ല എങ്കിൽ കള്ളപ്പണമാണ്. അത് കള്ളപ്പണം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം വരിക. മടക്കി കൊടുത്തതും അക്കൗണ്ട് സംവിധാനത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ബൾക്കായിട്ട് പണം കൊടുക്കുക. അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു പരിശോധന വേണം, കോൺഗ്രസ് തന്നെ വ്യക്തമാക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാജു ഇപ്പോൾ പുറത്തുവിട്ട വിവരം, അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പണം തന്നിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹവും, പണം കൊടുത്തിട്ടുണ്ട്, പണം കിട്ടിയിട്ടുണ്ട് എന്ന് രാജുവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 കോടിക്ക് പകരം 20 ലക്ഷം കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. പിന്നീടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, വി.ഡി. സതീശൻ ഇപ്പോഴും ഈ ജാഥ ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നത് ശരിയാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗമാണെന്ന് അംഗീകരിക്കുന്നില്ല. ഈ നിലപാട് തന്നെയാണോ ലീഗിനുള്ളത് എന്ന് പരസ്യമായിട്ട് പറയണം. കരുതലോടെ നിലപാട് സ്വീകരിച്ചെന്നാണ് ഇന്നലെ ഒരു വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്തത് ലീഗിൻ്റെ. ഞാനിത് പറയാൻ കാരണം, സമസ്തയുടെ 100ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ വലിയ പരിപാടി നടത്തുകയാണ്. ഒരു വലിയ സമ്മേളനം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനവിടെ ഈ ജാഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചതാണ്, ബന്ധപ്പെട്ടതാണ്. വലിയ പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിൽ കേരളത്തിൻ്റെ ജനകീയ ഐക്യത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമി സംവിധാനത്തെപ്പറ്റി അവർ പറയുന്നു. കൃത്യമായിട്ട് അവർ പ്രമേയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവർ ഈ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന നിലയാണ് സ്വീകരിച്ചത്. അതിപ്പോൾ സുന്നി വിഭാഗങ്ങളെല്ലാം, AP സുന്നി ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ സമസ്തയുടെ ഭാഗമായിട്ടായാലും ഒക്കെ അവർ
ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് മുസ്ലിം ലീഗോട് ചോദിക്കുന്നത്, നിങ്ങളുടെ നിലപാടെന്താണ്? പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ 4 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ ഒപ്പം ചേർത്ത് പോകുന്ന കോൺഗ്രസ് ലീഗ് നിലപാടാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ വക്താവായിട്ട് കോർഡിനേറ്ററായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ മുമ്പത്തേതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കോലീബി സഖ്യമാണ് മുമ്പ്, ഇപ്പോഴതിൻ്റെ ഒരു പുതിയ പതിപ്പ്. അതിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന 4എണ്ണത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ ശരിയാണ് എന്നാണ് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സമസ്തയുടെ പ്രമേയം, അതുപോലെ തന്നെ സുന്നി വിഭാഗത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യം, ഇതൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാടെന്ന്. അവരാരും വേറെ മറുപടി പറയുന്നില്ല. പറയുന്നത് ഇതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന വി ഡി സതീശൻ മാത്രമാണ്, മറ്റുള്ളവർ ആരും ഉണ്ടെന്നില്ല. ലീഗ് എന്ന നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വർഗീയതക്ക് കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ യു ഡി എഫ് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തെ കേരളമായി നിലനിർത്താൻ സാധിക്കണമെങ്കിൽ വർഗീയതക്കെതിരായിട്ടുള്ള ശക്തിയായ പോരാട്ടം നടത്തിയേ പറ്റും. ഇവിടെ മാനവീയതയെയും മാനുഷിക മൂല്യങ്ങളെയും തകർക്കാനാണ് അപരനിർമ്മിതിയിലൂടെ ഏത് വർഗീയ ശക്തിയും ശ്രമിക്കുന്നത്. അത് ഭൂരിപക്ഷ വർഗീയത, അതോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത്. അത് കാസ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുണ്ട്. ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങൾ, വിശ്വാസി സമൂഹം ആകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രബലമായ കരുത്ത് വിശ്വാസികൾ തന്നെയാണ്. കാരണം വിശ്വാസികളാരും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവുമില്ല. അവർ വർഗീയവാദം എന്ന് പറയുന്നത് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നവർ മാത്രമാണ് പറയാൻ സാധിക്കുക. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ട് എല്ലാ വർഗീയ ശക്തികളെയും എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി, കേരളത്തെ നിലനിർത്താൻ വേണ്ടി, കേരളത്തിൻ്റെ സാഹോദര്യവും മാനവികതയും മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനത്തോടുള്ള കൂറും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരാശയം അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയതക്കെതിരായി എല്ലാ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പിന്നെ ഈ അടൂർ പ്രകാശൻ്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇതേവരെ ഇവരെല്ലാം CPM-നെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത്. ഇപ്പം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്. ആ വ്യാപ്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണമെന്നാണ്. ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരെ ഒന്നും കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് ഇത് കൊലക്കേസോ മറ്റേത് കളവ് കേസോ പോലെ കാണാൻ പറ്റുന്നതല്ല. ഇത് വലിയ വിശാലതയുള്ള ഒരു കേസാണ്. അതുകൊണ്ട് 10 കൊല്ലം മാത്രമല്ല, അതിൻ്റെ പിന്നോട്ടുള്ള 10 കൊല്ലം കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ആരെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്നത് കൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. ഇതെല്ലാം പറഞ്ഞാലും ചില മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ കേസ് തേച്ചു മാച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് SIT എന്നിപ്പം പറയുന്ന നിലയിലേക്ക്. SITയെ കുറ്റപ്പെടുത്തുന്നത് അവരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. തന്ത്രി സമാജം, അതുപോലെ തന്നെ BJPയുടെ കേരള അധ്യക്ഷൻ, പിന്നെ വേറെ ചില സംഘടനകൾ, ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ, ഇവർ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ SITയുടെ ശരിയായ അന്വേഷണം എങ്ങനെ തടസ്സപ്പെടുത്താം എന്നാണ് വി ഡി സതീശൻ ആദ്യം തന്നെ ഈ SIT അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ അനുയായികൾ എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ കേസിന് പോയത്. ഹൈക്കോടതി നിശ്ചിതമായ വിമർശനമാണ്. SIT ശരിയായ ദിശയിലാണ് അന്വേഷിക്കുന്നത്, ഫലപ്രദമായ അന്വേഷണമാണ്. ഇപ്പോഴും നിങ്ങൾ CBI അന്വേഷണത്തിന് പറയാൻ എന്താ കാരണം? കോടതി ചോദിച്ചതാണ്. എന്നിട്ട് ചോദിച്ചു, ഈ CBI എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഡെപ്യൂട്ടേഷനല്ലേ?
നിങ്ങൾ അതിനെ ഇത്ര മഹത്വവൽക്കരിക്കുന്നതും ഇവിടെ അതിനിടിച്ചു താഴ്ത്തുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുണ്ടാട്ടില്ല. കോടതി ഞങ്ങൾ ചോദിക്കുന്നതല്ല, കോടതി ചോദിച്ചു. എന്നിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞു, ഒരു CBI അന്വേഷണത്തിനും മുതിരേണ്ട കാര്യമില്ല, SIT അന്വേഷണം ഫലപ്രദമാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ BJP തന്ത്രിയെ പിടിച്ചതോടുകൂടി BJPയുടെ സ്ഥിതി മാറി. ഇപ്പോൾ ഇവരെല്ലാം ചോദ്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി മാറി. പൂച്ചിയെ കയറ്റിയത് CPM ആണെന്നാണല്ലോ ആദ്യം പ്രചരിപ്പിച്ചത്. ഇപ്പോൾ മനസ്സിലായി KC വേണുഗോപാലിനാണെന്ന്. KC വേണുഗോപാലിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് പൂച്ചി അവിടെ എത്തുന്നത്. പൂച്ചിയും തന്ത്രിയും ചേർന്നുകൊണ്ടാണ് ഈ കൊള്ള മുഴുവൻ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ആലോചനയും ഗൂഢാലോചനയും നടത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോടതി തന്നെ അത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ആരാണോ ഉത്തരവാദി മുഴുവൻ ആളുകളെയും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കണം. ഒരു തരി സ്വർണ്ണം നഷ്ടപ്പെടാൻ പാടില്ല. ആരായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം ഗവൺമെൻറ് അതുപോലെ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അല്ല, അത് തിരിച്ചു കൊടുത്തോ ഇല്ലോ എന്നതിനേക്കാളും പ്രധാനം എങ്ങനെയാണ് ഇത് വാങ്ങിയത് എന്നുള്ളതാണ്. ഈ 2 കോടി ഉറുപ്പിക വാങ്ങിയത് നിയമപരമാണോ? അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് MPക്ക്. അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ? ബൾക്കായിട്ട് വാങ്ങിയതെന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ. അതുപോലെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് MP പറയട്ടെ. അത് പറയണ്ടല്ലോ, വളരെ പ്രധാനമായിട്ട് പറയട്ടെ. എന്നിട്ട് നോക്കിയിട്ട് പറയാൻ നോക്കാമല്ലോ നമുക്ക്. ഞങ്ങൾ വാങ്ങുന്നത് ഞങ്ങളിങ്ങനെ 2000 2 കോടി 3 കോടി ഒന്നും വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കാറില്ല. വെറുതെ പറയാം, കള്ളത്തരം പറയാം. അവർ കുടുങ്ങി കിടക്കുമ്പോൾ ബാക്കി എല്ലാവരും കുടുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല കേട്ടോ. ആൻഡുവാനണി വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ 2 കോടി വാങ്ങിയിട്ട് ബാക്കി പലരും ഇതിനേക്കാളും വാങ്ങിയിട്ട് നോക്കിയാൽ ഞങ്ങളൊന്നും 1 കോടിയും വാങ്ങിയില്ല. ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല 1 കോടി. ഇതിന് വേണ്ടേ ഇത് വാങ്ങാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രമല്ല, നിയമപരമായിട്ട് വാങ്ങാൻ പറ്റില്ല. 20,000 ഉറുപ്പികയാണ് മാക്സിമം വാങ്ങാൻ പറ്റും ഒരാളിൽ നിന്നും സംഭാവന, അല്ലാണ്ട് വാങ്ങാനേ പറ്റില്ല. അപ്പോൾ ഈ 20 കോടിയെ 2 കോടി വാങ്ങിയെന്നാണ് പറഞ്ഞത്. ഇവർ 20 ലക്ഷം കൊടുത്തു എന്ന് മറ്റേ ആൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് കൊടുത്തത്? കൊടുക്കണം 20,000 ഇന്ന് 20,000 നാളെ 20,000 അതിനപ്പുറത്ത് 20,000 അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് പറ്റില്ല. 2 ലക്ഷം പറ്റും. 2 ലക്ഷം മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സംഭാവനയായിട്ട് വാങ്ങിയെന്ന് പറയണമെന്നാൽ ഈ സംഭാവന അല്ലാന്ന് പറഞ്ഞല്ലോ. വീടില്ലാണ്ട് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. വീട് വാങ്ങാണ്ട് കൊടുത്തു, അവിടെ തുറഞ്ഞു പോയത്. രാജീവ് തുറഞ്ഞിരിക്കുക. 2 കോടി രൂപ കൊടുത്തിട്ട് 20 ലക്ഷം കിട്ടിയിരിക്കും. ചിത്രം കിടക്കട്ടെ, അന്വേഷിച്ചോട്ടെ പോരെ. ഞങ്ങൾക്ക് ആരന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനത് ഉറച്ച നിലപാട് അന്നേ നടത്തിയാണ്. ഞങ്ങൾ ഇന്നും മാറ്റിയിട്ടില്ല, ഇനിയും മാറ്റൂല. അത് കോടതിക്കെതിരായിട്ടുള്ള വിമർശനമാണ്. കോടതി പറയട്ടെ മറുപടി. ഞങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കോടതിയാണ് പറയേണ്ട ഉത്തരം. ഞങ്ങൾ സ്വാധീനിച്ചിട്ടാണോ എന്നുള്ളത് കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണല്ലോ ഉള്ളത് ഇത് പരിശോധിക്കുന്നത്. അവരെ പറയട്ടെ, ഞങ്ങൾക്ക് എന്തായാലും മറുപടി പറയേണ്ട കാര്യം. KC വേണുഗോപാലൻ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ വെല്ലുവിളിച്ചത് കോടതിയെയാണ്, അല്ലാണ്ട് CPM-നെ ഇടതുപക്ഷത്തിനൊന്നുമല്ല. ഞങ്ങളല്ല, ഞങ്ങൾ വികസനമാണ്, ഒരു സംശയം വേണ്ട. ജമാഅത്തെ ഇസ്ലാമി എന്നെല്ലാം പറഞ്ഞാൽ ഇവനെല്ലാം കൂടി ചേർത്ത് തോറ്റ് തുന്നം പാടും ഈ കേരളത്തിൽ, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്കതിൽ യാതൊരു ഉത്കണ്ഠയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഉത്കണ്ഠയുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇതിൻ്റെ മേലെ കൊണ്ടേയുള്ളൂ. ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് പറയാണ്, ലീഗിനോട് ചോദിക്കുകയാണ്, കോൺഗ്രസിനോട് ചോദിക്കുകയാണ്. കോലിബി സഖ്യത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന രീതിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി അല്ലെങ്കിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവുള്ള ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തിനാണ് ഉത്കണ്ഠപ്പെടേണ്ടത്?
ഈ വി ഡി സതീശൻ പറയുന്നത് മാഷിന് ഓർമ്മക്കുറവാണ്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് LDF ഒരുമിച്ച് പോയ കാലത്തെ കുറിച്ച് പിണറായി വിജയൻ സംസാരിക്കുന്ന പ്രസ് മീറ്റിന്റെ ഭാഗങ്ങൾ വേണമെങ്കിൽ മാഷിന് കൊടുക്കട്ടെ. ഞങ്ങൾ ഇന്നേ വരെ അവരിപ്പം പറയുന്നത് കുറേ കൊല്ലം പറയുന്നുണ്ട്, ഒരു മാസം പോലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗം കാണിച്ചു തരാൻ അവർക്ക് സാധിക്കില്ല. ഞങ്ങളൊരു കാര്യം ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുണ്ട്. അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്തായിരുന്നു? കുറേ കാലം അവർ UDF-നെയും പിന്തുണക്കും, അവർ BJP-നെയും പിന്തുണക്കും, അവർ മാർക്സിസ്റ്റിനെയും പിന്തുണക്കും. ഞങ്ങൾ ഓരോരാളെയും നോക്കി പിന്തുണക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കാർക്കും ഇല്ല. ഒരു ബന്ധം ഉണ്ടാക്കിയില്ല, ഇന്നേ വരെ ഒരു ബന്ധം ഉണ്ടാക്കിയില്ല. ഇതേവരെ ഈ നിമിഷം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ വർഗീയ ശക്തികളുമായിട്ട് ഒരു കൂട്ടും CPM ഉണ്ടാക്കിയിട്ടില്ല. ഇനി അതിനോട് സംശയം ഉണ്ടാക്കാം. അതാ പറഞ്ഞ 40 കൊല്ലം എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം പറയാണ്, നുണ പറയുക എന്നുള്ളതാണ്. നുണ പറയുന്ന രോഗമാണ് ഈ VD സതീശന്. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്, നുണരോഗം. എനിക്ക് മറവി രോഗം എന്നല്ല പറയുന്നത്, നുണരോഗം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നുണ പറയുക എന്നുള്ളതാണ് VD സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി. ആളെ പറ്റിക്കാൻ തന്നെയാണ്, ആളെ പറ്റിക്കാൻ തന്നെയല്ല നുണ പറയുന്നത്. വേറെ ആരെങ്കിലും നുണ പറയും? അങ്ങനെ രാവിലെ പറയുന്ന നുണ ഉച്ചയാകുമ്പോഴേക്ക് മാറും ഒന്നിനും, പക്ഷേ ആ നുണ തിരുത്തൂല. അതുകൊണ്ട് നുണരോഗത്തിൻ്റെ വ്യക്താവായിട്ട് മാറിയിരിക്കുകയാണ് VD സതീശൻ എന്ന കോർഡിനേറ്റർ. ഒലിബി ഇവിടെ ഇനി ഒന്നും കൂടി പറഞ്ഞാലേ, ഒന്നും കൂടി അത് നിങ്ങൾ കൊടുക്കൂല. നിങ്ങൾ വെറുതെ ചോദ്യം ചോദിക്കുന്നത് വേറെ ആവശ്യത്തിനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കും നോക്കാനാണ് നാളെ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതാണ്, കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് VD സതീശൻ എന്നാണ്. മറവി രോഗം കൊണ്ട് ഇത് പറയാൻ പറ്റില്ല, ഇതാ പറഞ്ഞത്. പിന്നെ നേരത്തെ ഇതും കൂടി പറഞ്ഞു, എന്നെപ്പറ്റി നുണരോഗമാണ്. ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധം, കളവ്. ആ കളവ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നുണരോഗം, അതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് കളിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസിസ്റ്റൻ്റാണ് ഇവിടെയുള്ളത്, ഈ കൊടകരയുള്ളത്. ഏത് തെളിവ് വെച്ചിട്ട് പറയണ്ട, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്ത് തെളിവ് വെച്ചിട്ടാ വെറുതെ വർത്താനം പറയാൻ? ഏതാ നിങ്ങൾ പറഞ്ഞോ, ഏതാ മാധ്യമം? മീഡിയ വണ്ണ. അത് തന്നെ പണി. മീഡിയ വണ്ണാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. നിങ്ങളല്ലേ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വ്യക്താവ്? മീഡിയ വണ്ണെന്ന് പറയുന്നത് വർഗീയതയുടെ അങ്ങേയറ്റം വിഷം, കാടകൂള വിഷം. ആ വിഷം സമൂഹത്തിൽ പരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തിയിൽ ഒന്നാം സ്ഥാനത്ത് BJP-യും RSS-ഉം, രണ്ടാം സ്ഥാനത്ത് നിങ്ങൾ ഉൾപ്പെടെയാണ്. അത് പറയുന്നില്ല, അതിങ്ങനെ വളച്ചു കെട്ടി പറയുന്നതും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവരും പറയുന്നത്, രാജ്യത്തിലെ മുഴുവൻ ആൾക്കും അറിയാം മീഡിയ വേണം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീയത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാടാണ്. വേഷം കലർത്തരുത്, ഈ രാജ്യത്തെ നശിപ്പിക്കരുത്, കേരളത്തെ ഇല്ലാതാക്കാൻ പാടില്ല, കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാപ്പകരില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ്. ആ പണി വേറെ ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇതാണ്, ഈ പണിയാണ് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അപരനിർമ്മിതിയാണ്. അപരനിർമ്മിതി RSS-കാരും BJP-കാരും ജമാഅത്തെ ഇസ്ലാമുകാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപരനിർമ്മിതിയാണ്. അപരന്മാരെ കണ്ടെത്തുക, എന്നിട്ട് അവരന്മാരുമായി ശത്രുക്കളാക്കുക, അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലത്. അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്, ഈ കേരളത്തെ അങ്ങോട്ട് വിട്. അത് ഒരു സ്വതന്ത്രമായിട്ട് ലോകത്തിന് മുമ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ്. മാനവീയതയും മനുഷ്യത്വവും നമ്മുടെ ശ്രീനാരായണ ഗുരു മുതൽ ഇങ്ങോട്ട് അതിശക്തിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെ മേലെ കയറിയിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കഴിവും ശേഷിയും ഉണ്ട് എന്നുള്ളതുകൊണ്ട്, പണവും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു വർഗീയ പ്രചരണത്തിൻ്റെ ഒരു തളമാക്കി കേരളത്തെ മാറ്റാൻ പാടില്ല. അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, ഗൗരവപൂർവ്വം ഞാൻ പറയാം. അത് വെറുതെ പറയുന്നൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയാം. നിങ്ങൾ എന്താ അപ്പുറത്ത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലോ അപ്പുറത്ത് പറയുന്നുണ്ട്. എന്താ അപ്പുറത്ത് പറയുന്നത് പറ, ഞാൻ അതിന് മറുപടി അറിയാം.
ആ പറ ഏതെങ്കിലും ഒന്ന് പറ. അപ്പുറത്ത് പറയുന്നു പറഞ്ഞല്ലോ നിങ്ങൾ 42 കൊല്ലമായിട്ട് ഞങ്ങൾ ബന്ധമുണ്ട് പറഞ്ഞു. ഞാൻ നിഷേധിച്ചു. ഒരു കൊല്ലവും ഒരു മാസവും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയുമായിട്ട് കൂട്ടുചേർന്നിട്ടില്ല, അവരുമായിട്ട് ഐക്യപ്പെട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അവരങ്ങനെ പറയും, ഇവരിങ്ങനെ പറയുന്നത് എന്തിനാ? നിങ്ങളെ ന്യായീകരണത്തിന് വേണ്ടി, വർഗീയ ധ്രുവീകരണത്തിന് ന്യായീകരണത്തിന് വേണ്ടി ഓരോന്ന് UDF-മായി ബന്ധപ്പെട്ട് അവൻ്റെ നാക്കിലിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത്ര കണ്ടാൽ മതി അത് കേട്ടോ. ആ സർക്കാരും വേണ്ടിയിട്ടുണ്ട്, ഞാനും വേണ്ടിയിട്ടുണ്ട്. പിന്നെ പോരെ, വെള്ളാപ്പള്ളി ആയാലും പറയാന്ന് നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതിനെ പറഞ്ഞത് കേരള യാത്ര ഏത് യാത്രയായാലും പറയാം. ഞാൻ പറഞ്ഞത് വർഗീയമായ നിലപാട് ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല ഞങ്ങളാരും. ഈ ഇന്ത്യയിൽ മതവർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന നമ്പർ 1 പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM. ആ കാര്യത്തിൽ ഇവിടെ നിങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കി BJPയും ഞങ്ങളും തമ്മിലാണ് ഡീല് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് SIR എന്ന് പറയുന്ന സംവിധാനം തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് എന്ന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ലീഗും എല്ലാം പോയി നാട് മുഴുവൻ പറഞ്ഞതാണ്. അത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങളെല്ലാം വിചാരിച്ചു അങ്ങനെ. അപ്പോൾ ചോദിച്ചു പോലും ചെറിയ ആൾ, അപ്പോൾ നിങ്ങൾക്ക് പെൻഷനെല്ലാം തരുന്നുണ്ട്? പെൻഷനൊക്കെ തരുന്നുണ്ട്, അത് നിങ്ങൾ കാണിക്കണ്ട. പെൻഷൻ നിങ്ങൾക്ക് തന്നിട്ട് തന്നെയാണ് നിങ്ങളെ കൊണ്ടാക്കുക അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും. ഇതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതാ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ നട്ടാ പൊടിക്കാതെ കള്ളത്തരം പ്രചാരവേല നടത്തിയിട്ടുള്ളതാണ്. എങ്ങനെ നിങ്ങൾ പറഞ്ഞു. ആ ഓ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഭൂതകാലത്തിൻ്റെ ഏതോ ഒരു ഓർമ്മയിലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനതാ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നെ വെറുതെ ആരെങ്കിലും പറ്റി പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ഞങ്ങൾ നേതാക്കളെല്ലാം കൂടിത്തല്ലേ നമ്മളിലുള്ളത്. പിന്നെ വേറെ ആരെങ്കിലും കൂടുതലാ? പിന്നെ ഞങ്ങളാരാ? ഞാനാ പറഞ്ഞത് ഒരാളുടെ വർഗീയ നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇന്നുമില്ല, ഇന്നലെയും ഇല്ല, നാളെയും ഇല്ല. ഉറപ്പിച്ച് പറഞ്ഞാണ്. ശരി, നോക്കാം. അല്ല നോക്കട്ടെ, പറയുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുമോ? നോക്കാം നമുക്ക്. ആലോചിച്ചിട്ട് പറയാം. അല്ലാതെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് വികസനമാണെന്ന്. കേരളത്തിൻ്റെ വികസനം, കേരളത്തെ ലോകോത്തരമായ വഴിയുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഈ ജാഥ. അത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും